അള്ളാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ് മാലിക്കുൽ മുൽക്ക് എന്നത്. അധികാരസ്ഥൻ, എല്ലാ അധികാരത്തെയും അധികാരപ്പെടുത്തിയവൻ എന്നൊക്കെ നമുക്കിതിനർത്ഥം പറയാം. പരിശുദ്ധ ഖുർആനിൽ ഒരു തവണയാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അബ്ജദിയ്യത്ത് 212 ആണ്. സർവ വസ്തുക്കളിലും എല്ലാ നിലക്കുള്ള കൈകാര്യം ചെയ്യാനുള്ള അധികാരവും ഉള്ളവൻ. എല്ലാം അള്ളാഹുവിൻ്റെ അധികാരത്തിലാണ്. ആ അധികാരത്തെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നു. ഒരു രാജാക്കന്മാരും അല്ലെങ്കിൽ ഒരു അധികാരികളും ഒരു അധികാരത്തെയും പറയാത്ത ദിവസമാകുന്ന ഖിയാമത്ത് നാൾ. ഏത് അധികാരികളും വളരെ താഴ്മയോടെ വരുന്ന ദിവസമാണ് ഖിയാമത്ത് നാൾ. ആ ദിവസത്തിൽ പോലും അധികാരത്തെ അള്ള ഇഷ്ടപ്പെട്ട ആളുകളിലേക്ക് നൽകുന്നു. അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങൾ, അള്ളാഹുവിൻ്റെ അധികാരപരിധിയാകുന്ന ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു തആല നടപ്പിലാക്കുന്നു. അള്ളാഹ് ഉദ്ദേശിച്ച രൂപത്തിൽ, അള്ളാഹ് ഉദ്ദേശിക്കുന്ന പ്രകാരം ചില വസ്തുക്കളെ ഉണ്ടാക്കുന്നു, ചിലതിനെ ഇല്ലാതെയാക്കുന്നു, ചിലതിനെ ശേഷിപ്പിക്കുന്നു, ചിലതിനെ നശിപ്പിക്കുന്നു. സർവകാര്യങ്ങളുടെയും മാലിക്കാണ് അള്ളാഹു. അള്ളാഹ് ഉദ്ദേശിച്ച രൂപത്തിലൊക്കെ അതിനെ അള്ളാഹു തആല കൈകാര്യം ചെയ്യുന്നു. എല്ലാത്തിൻ്റെ മേലിലും അള്ളാഹുവിന് കഴിവുണ്ട്. അള്ളാഹുവിൻ്റെ ആ ഒരു മുൽക്കിൽ, അധികാരത്തിൽ ഒരു തർക്കിക്കുന്നവനും ഇല്ല. അള്ളാഹുവിനോട് എതിരാകുന്ന, കിടപിടിക്കുന്ന മറ്റൊരാളും ഇല്ല. ജീവിപ്പിക്കലും മരിപ്പിക്കലും, അധികാരങ്ങൾ കൊടുക്കലും അധികാരം ഊരിയെടുക്കലും, താഴ്ത്തലും ഉയർത്തലും, നൽകലും തടയലും, ബലാ നൽകലും ബലാഇനെ ഇല്ലാതെയാക്കലും എല്ലാം അള്ളാഹുവിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹു തആല എല്ലാ സമയത്തും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹു പലതിനെയും സൃഷ്ടിക്കുന്നു, അവകൾക്ക് റിസ്ഖ് നൽകുന്നു, പലതിനും പല അനുഗ്രഹങ്ങളും നൽകുന്നു, പലതിനും പല കാര്യങ്ങളും തടയുന്നു. ഈ നിലക്കെല്ലാം അല്ലാഹു തആല അധികാരമുള്ളവനാണ് എന്നതാണ് ഈ മാലിക്കുൽ മുൽക്ക് എന്ന ഇസ്മിന് പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണങ്ങൾ. അള്ളാഹുവിനെക്കുറിച്ച് ഒരാൾ അള്ളാഹുവാണ് മാലിക്കുൽ മുൽക്ക് എന്ന തിരിച്ചറിവിലേക്ക് എത്തിയാൽ പിന്നെ അള്ളാഹു അല്ലാത്തതിൽ നിന്ന്, ബാത്തിലായ ഇലാഹുകളിൽ നിന്ന് അല്ലെങ്കിൽ പിശാചുക്കളിൽ നിന്ന് മറ്റൊന്നിനെയും അവൻ തേടുകയില്ല. എപ്പോഴും അള്ളാഹുവിനെ മാത്രമായിരിക്കും അവൻ്റെ തേട്ടം. ഇലാഹി അന്ത മഖ്സൂദി, നീയാണെൻ്റെ ലക്ഷ്യം എന്ന ഒരു ചിന്തയിലേക്ക് അവന് എത്താൻ സാധിക്കും. ആ അടിമക്ക് തന്നെ വല്ല അധികാരവും കിട്ടിയാൽ ആ അധികാരം കൊണ്ടും അവൻ ആഗ്രഹിക്കുക ആ അധികാരത്തെയും അധികാരപ്പെടുത്തിയ അള്ളാഹുവിനെയായിരിക്കും. മാലിക്കുൽ മുൽക്ക് എന്ന ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുന്നതിൻ്റെ അടയാളമായി മഹാന്മാർ പഠിപ്പിച്ചത് അവന് എപ്പോഴും ഖുളൂഅ് ഉണ്ടാകും എന്നാണ്. വളരെ വിനയവും താഴ്മയും താൻ സൃഷ്ടാവായ റബ്ബിൻ്റെ അടിമയാണെന്നൊരു ബോധവും എപ്പോഴും ഉണ്ടാകും. അള്ളാഹു ഹാലിരി, അള്ളാഹു എപ്പോഴും എൻ്റെ അടുക്കൽ ഹാലിറാണെന്ന ആ ഒരു തിരിച്ചറിവും അവനിൽ എപ്പോഴും ഉണ്ടാകും. കാരണം എൻ്റെ ശരീരമടക്കമുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവനും അധികാരപ്പെടുത്തിയവനാണ്
മാലിക്കുൽ മുൽക്കാണ് അള്ളാഹു എന്ന ഒരു തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ, ആ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുമ്പോൾ അവനിൽ ആ അടയാളങ്ങൾ ഉണ്ടാകുമെന്ന് ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഖിഫ് ബി ബാബിൻ വാഹിദിൻ, ഒരു വാതിൽക്കൽ നീ നിൽക്കുക. ഒരേ ഒരു വാതിലിലാണ് നീ നിൽക്കേണ്ടത്, എന്നാൽ നിനക്കുള്ള സർവ്വവാതിലുകളും തുറക്കപ്പെടും. ഒരേ ഒരു അധികാരിക്ക് നീ താഴ്മ ചെയ്യുക, എന്നാൽ മറ്റുള്ളതൊക്കെ നിനക്ക് താഴ്മ ചെയ്യും. നാം നിൽക്കേണ്ടത് അള്ളാഹുവിൻ്റെ വാതിലിലാണ്. അള്ളാഹു തആല സർവ പ്രപഞ്ചത്തിനും അള്ളാഹുവിലേക്ക് എത്താനുള്ള വാതിലായി നൽകിയത് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. നബി തങ്ങളാണ് അള്ളാഹുവിലേക്കുള്ള വാതിൽ. മറ്റേതൊരു നബിമാരെ എടുത്ത് പരിശോധിച്ചാലും, മറ്റേത് ഔലിയാക്കളെ എടുത്ത് പരിശോധിച്ചാലും അവരൊക്കെ നബി തങ്ങളിലേക്കുള്ള വാതിലുകളാണ്. അവരിലൂടെയൊക്കെ നമുക്ക് അള്ളാഹുവിലേക്ക് എത്താം. പക്ഷേ അവരിലൂടെയൊക്കെ നമ്മൾ ആദ്യം എത്തിച്ചേരുക ഏക ബാബാകുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. അപ്പം ആ വാതിൽക്കൽ നമ്മൾ എപ്പോഴും നിൽക്കുക. എന്നാൽ നമുക്ക് പല വാതിലുകളും തുറക്കപ്പെടും. എല്ലാ അധികാരവുമുള്ള അള്ളാഹുവിന് താഴ്മ ചെയ്യുക, ഏകനായ മലിക്കിന്, ഏകനായ മാലിക്കുൽ മുൽക്കിന് താഴ്മ ചെയ്യുമ്പോൾ തീർച്ചയായും മറ്റുള്ള വസ്തുക്കൾ നമുക്ക് താഴ്മ ചെയ്യും. നിന്റെ വുജൂദിനെ തൊട്ടും നിന്റെ അധികാരത്തെ തൊട്ടും നീ ഫനായിലാവുക, നശിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അധികാരവുമില്ല, ഇവിടെ അധികാരമുള്ളത് അള്ളാഹുവിന് മാത്രമാണ് എന്ന ഒരു ചിന്താഗതിയിലേക്ക് നീ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നീ നിന്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ആ ഒരു വുജൂദ് കൊണ്ട് നിനക്കിവിടെ ശേഷിപ്പ് ഉണ്ടാകും എന്നാണ്. ഈ ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ മഹത്തുക്കൾ പഠിപ്പിച്ചു. നീ നിന്റെ നഫ്സിനെ ഉടമപ്പെടുത്തിയവനാവുക. അള്ളാഹുവിനോട് എതിര് ചെയ്യുന്ന സർവകാര്യങ്ങളെ തൊട്ടും എല്ലാ സന്ദർഭത്തിലും നിന്റെ ശരീരത്തെ നീ കീഴ്പ്പെടുത്തിയവനാവുക. നമ്മളുടെ മംലക്കത്ത്, അല്ലെങ്കിൽ ഏതൊരടിമയുടെയും മംലക്കത്ത് അവൻ്റെ ശരീരമാണ്, പ്രത്യേകിച്ച് അവൻ്റെ ശരീരമാണ്. ആ ശരീരത്തെ നമ്മൾ തിന്മകളിൽ നിന്ന്, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ പിടിച്ചു വെക്കുന്നവരാവുക. ഈ ഇസ്മിനെ ധാരാളമായിട്ട് ഒരാൾ ചൊല്ലിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ അഭിജതീയത്ത് പ്രകാരം ചൊല്ലിയാൽ തീർച്ചയായും അവന് ബഹുമതി ഉണ്ടാകും. ധാരാളം സമ്പത്ത് അള്ളാഹു തആല അവന് നൽകും. അള്ളാഹു അവൻ്റെ ഔദാര്യങ്ങൾ അവനിലേക്ക് ചൊരിഞ്ഞു കൊടുക്കും. ജനങ്ങൾക്കിടയിൽ അവന് വലിയ സ്വീകാര്യത ഉണ്ടാകും. യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ് എന്ന ദിക്ർ അത് ധാരാളമായി ചൊല്ലുകയും, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅത്തിൽ മുൽക മൻ തശാ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ അതിൻ്റെ കൂടെയായി ധാരാളമായി ഓതുകയും ചെയ്യുമ്പോൾ തീർച്ചയായും സാമ്പത്തിക പുരോഗതിയും ഉയർച്ചയും അവനുണ്ടാകുമെന്നാണ്. മാലിക്കുൽ മുൽക്ക് എന്നത് അള്ളാഹുവിൻ്റെ ദാത്തിയായ സിഫത്താണ്. അള്ളാഹു ഈ ഇസ്മുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്താൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ.